ഹലോ ഗൈസ്, വെൽക്കം ടു ജാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് #സിംഗിൾ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ശ്രീവിഷ്ണു, കേതുക ശർമ്മ, ഇവാന, രാജേന്ദ്ര പ്രസാദ്, സീത ചേച്ചി, പിന്നെ വെണ്ണില കിഷോർ, സത്യ, പ്രഭാസ്, ശ്രീനിയ, പിന്നെ ക്യാമിയോസ് ആയിട്ട് പ്രഭ മോണിക്ക ജോൺ, മാനസ ചൗധരി, നർണേ നിത്തിൻ എന്നിവരുണ്ട് ഈ പടത്തിൽ. സോറി ഗൈസ്. പടം ഡയറക്റ്റ് ചെയ്ത് കാർത്തിക് രാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇങ്ങനെ മുമ്പ് ഡയറക്റ്റ് ചെയ്ത സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇങ്ങനെ വേറെ വർക്കൊക്കെ ചെയ്തിട്ട് ഉള്ള സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസറായിട്ട് നിന്നിട്ട് അങ്ങേര് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോക്കിരിയുടെ മഹേഷ് ബാബുയുടെ പോക്കിരിയുടെ ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള വാൻറ്റഡ്, അത് പിന്നെ കുരുവി, ആദി, മധുരൈ, സച്ചിൻ, പിന്നെ എൻ്റെ പേരെന്തായിരുന്നു, ചന്ദ്രമുഖി, പിന്നെ മുതൽവൻ്റെ ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള നായക് ദ റിയൽ ഹീറോ, അങ്ങനത്തെ സിനിമയിലൊക്കെ ഇങ്ങനെയാണ് വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസറായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരുന്നത് വിശാൽ ചന്ദ്രശേഖറാണ്. സ്പൈ, സീതാരാമം, പിന്നെ ചാണക്യ, ചാണക്യ എന്നീ നല്ല സിനിമകൾക്ക് മ്യൂസിക് ചെയ്യുകയും ഇടയ്ക്കൊരു ഊളപ്പടങ്ങളിലൊക്കെ അങ്ങനെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സംഗിലി ബോഗ എന്താണ് സംഗിലി മുങ്കിലി ബാഗത്തോരയ അങ്ങനെ എന്തായാലും പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, മറ്റേ ജൈവട. അതിലും പിന്നെ കീ എന്ന് പറയുന്ന ഒരു ഊളപ്പടമുണ്ട് ജൈവട എന്ന, അതിലും ഈ ഒരു മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതിലെ മ്യൂസിക്കും ഷോക്കാണ്, അത് വേറെ കാര്യം. അതിൻ്റെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വേൽരാജ് ISC എന്ന് പറഞ്ഞ ഒരാളാണ്. പടത്തിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്ന പ്രവീൺ KL ആണ്. മഴയെ പിടിക്കാത്ത മണിതൻ എന്ന് പറയുന്ന ഊളപ്പടവും, പിന്നെ ഭൈരവ, മൺകട്ട, മാനാട് ഇസ് ആവറേജ് ഫോർ മീ, അത് വേറെ കാര്യം. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാടുണ്ട്. ഇപ്പം ഇതെല്ലാം കൂടി എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളിൽ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ നല്ലതുമുണ്ട് ചീത്തയുണ്ട്, വേറെ കാര്യം. പിന്നെ വിജയ ചന്ദ്രശേഖറാണ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഞാൻ പറഞ്ഞ വിജയ ചന്ദ്രശേഖറാണ്. അങ്ങനെ കുറ്റത്തന്ത്രിക്കും അങ്ങനെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ കാളിദാസിന് അങ്ങനെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സ്പെഷ്യൽ മെൻഷനായിട്ട് പറഞ്ഞതാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പൊളി. ഞാൻ ശ്രീവിഷ്ണുവിൻ്റെ 2 പടങ്ങളാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പാണ് ആ സിനിമയൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ഒരു പടത്തിൽ രാംപോത്തിനെനിയായിരുന്നു ഫസ്റ്റ് ഹീറോ. അതിൽ കാസ്റ്റ് രാംപോത്തിനേനി, ശ്രീവിഷ്ണു, അനുപമ പരമേശ്വരൻ, ലാവണ്യ ത്രിപാഠി എന്നിവരായിരുന്നു ആ സിനിമയിലെ ലീഡ് റോൾസ് വന്നിരുന്നത്. ഞങ്ങൾക്കറിയാം. എൻ്റെ ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ട് സോറി. പിന്നെ അങ്ങനെ ഒരു വില്ലനായിട്ടൊരു സിനിമയാണ് ശ്രീവിഷ്ണു. അതിൽ ലീഡ് റോൾസ് പറഞ്ഞത് സുധീർ ബാബു, നയന രോഹിത്, പിന്നെ ശ്രിയ സരൺ, ശ്രീവിഷ്ണു എന്നിവരാണ് ലീഡ് റോൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഇത് പണ്ട് കണ്ടാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പേര് ഓർത്ത് കിട്ടുന്നില്ല. 2 പടം, അപ്പോൾ അതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. 2 പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ ആകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ പടത്തിൽ അങ്ങേരുടെ പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അങ്ങേര് മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ കാർത്തിക ശർമ്മയുടെ കാര്യം പറയാനാണെങ്കിൽ അവരുടെ വല്ല പടവും കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല.
അവർ മറ്റേ റോബിൻ ഹുഡിൽ ഐറ്റം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായിരുന്നു പിന്നെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി. അതുകൊണ്ടാണ് ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാൻ മറന്നുപോയി സിനിമയുണ്ട്. പിന്നെ ഇവാന ആണ് സെക്കൻഡ് ഹീറോയിൻ. അവർ അത്യാവശ്യം നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ട ഇവാനൊന്നും അല്ല ഈ സിനിമയിൽ. അവർ കുറച്ചും കൂടി ഇമോഷണലാണെങ്കിലും കോമഡി വൈസ് ആണെങ്കിലും അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെന്നീല കിഷോറും ഇറ്റ്സ് ഗുഡ്. അങ്ങനത്തെ കോമഡി വോയിസൊക്കെ അത്യാവശ്യം നൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ രാജേന്ദ്ര പ്രസാദിൻ്റെ കോമഡി നൈസ്. സത്യയുടെ കോമഡി അങ്ങനെ ലാസ്റ്റാണ് വരണം കേട്ടത് വേറെ കാര്യം. പിന്നെ നിർണയത്തിൻ്റെ ക്യാമിയോസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. നിർണയത്തിൻ മാനസ ചൗധരി എന്ന് പറയുന്ന നടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ലക്കി ഭാസ്കർ ദുൽഖറിൻ്റെ പടത്തിൽ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട് ഈ കൊച്ച്. അപ്പോൾ ചൗധരി ആണെങ്കിലും പ്രഭാമോണിക്ക ആണെങ്കിലും ഇവരുടെയൊക്കെ ക്യാമിയോ അവർക്ക് പറ്റുന്ന വിധത്തിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ക്യാമിയോ കാണിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന സിനിമ. അപ്പോൾ എന്തായാലും #single2 I am waiting. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇറക്കി വിളിച്ച് അത്യാവശ്യം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇത് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ട സിനിമയാണ്. എന്നിട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. പക്ഷേ ഇവർക്കിത് പാൻ ഇന്ത്യനാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ സിനിമയിൽ ആകെ ഒരു പ്രശ്നം തോന്നിയത് അതാണ്. കാരണം ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ ആക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം ഗ്രോസ് നേടിയാണ്. അത്യാവശ്യം ബോക്സ് ഓഫീസിൽ ജയിച്ച സിനിമ എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആയിട്ടുണ്ടോ. പിന്നെ ഈ പറയാൻ മറന്നു. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതാണ് അല്ലു അർജുൻ്റെ അപ്പനായിട്ടുള്ള അല്ലു അരവിന്ദാണ്. പറയാൻ മറന്നതാണ്. സോറി. അങ്ങേര് ഇങ്ങനത്തെ പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങേര് ഞാൻ അല്ലു അർജുൻ്റെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലു അർജുൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പൈസ എടുക്കേണ്ടി വരും. കുറച്ചും കൂടി ലോ ബഡ്ജറ്റ് ഫിലിംസും ചെയ്യിപ്പിക്കാൻ നോക്കാം എന്നാണ് പറയണത്. അല്ല വേറെ ഒന്നുമല്ല. ഇപ്പോൾ അല്ലു അർജുൻ്റെ പടം അല്ലു അർജുനും കൂടി കൊളാബറേറ്റഡ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അറിയുന്നോട് ആണെങ്കിലും ലക്കി ദ റേസർ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി. ആണെന്ന് തോന്നുന്നു. ഞാൻ മറന്നുപോയില്ല. അറിയില്ലതോ ആണെന്ന് തോന്നണം. അവരുടെ എല്ലാത്തിൻ്റെയും പേരൊക്കെ മറന്നുപോയി. അത് വേറെ കാര്യം. പിന്നെ അല്ലു അരവിന്ദിൻ്റെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകണം ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാനുണ്ട്. രശ്മികയും ദീക്ഷിത്തും കൂടിയുള്ളത്. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ആ സിനിമ ഡയറക്ടർ രാജ് രവീന്ദ്രൻ കേട്ടോ, തമിഴ് ആക്ടർ. അതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. അങ്ങനെ ഇതിന് മുമ്പ് ഏതെങ്കിലും പടം ഡയറക്ടറുണ്ടോന്നും പോലെ എനിക്കറിയില്ല. രാജ് രവീന്ദ്രൻ അത് മനമേലുണ്ടായിരുന്നു വില്ലനായിട്ട്. പക്ഷെ അങ്ങനെ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ട് ആ സിനിമ ക്യാരക്ടർ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും ഹൈ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് മ്യൂസിക് ആൻഡ് വിജയം തന്നെയാണ് ഫസ്റ്റ് തോന്നിയത്. പിന്നെ സെക്കൻഡ് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്നുമില്ല, ഇമോഷണൽ സീക്വൻസസ്. മീൻസ് ഈ സിനിമയുടെ സ്റ്റോറി വൈസ് നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ കാണണം, എന്നാലേ കിട്ടുള്ളൂ. മീൻസ് അതാണ്. മീൻസ് ഒരു തെലുങ്ക് ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഫിലിംസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ വിചാരിച്ചിരുന്ന് കാണാം. അല്ലാതെ മറ്റേ ബാലയുടെ ശ്രീമാൻ നാരായണൻ അത് ഞാൻ അറിയാതെ പറഞ്ഞു കേട്ടത്. മീൻസ് ഇപ്പോൾ ബാലയുടെ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇത് കേട്ടേണ്ടെന്ന് വിചാരിച്ചാണ് എന്നാലും പറഞ്ഞു പോകണേന്. ഇപ്പോൾ ബാലയുടെ സിംഹ തൊട്ടുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ശ്രീമാൻ നാരായണൻ മാത്രമാണ്. അത് വേറെ കാര്യം.
ബാക്കി എല്ലാം എനിക്ക് അത്യാവശ്യം നൈസായിട്ടാണ് ഫീൽ ചെയ്തത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ബട്ട് സിനിമയ്ക്ക് മുമ്പുള്ള സിനിമകളിൽ ശ്രീരാം രാജ്യം എന്ന് പറഞ്ഞ സിനിമയും പിന്നെ പ്രിയദർശനായിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട്. അതും മാത്രമേ എനിക്ക് ഈ 2 പടങ്ങൾ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്നാലും ഈ 2 പടങ്ങൾ മാത്രമേ എനിക്ക് സിനിമയ്ക്ക് മുമ്പ് ഇറങ്ങിയ സിനിമകളായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ ബാക്കി എല്ലാം മാന്യ പടങ്ങളാണ് സിനിമയ്ക്ക് മുമ്പുള്ളത്. അതാണ് സത്യം. അതെന്തിലോട്ട് ഇനി ഇതിലോട്ട് കിടക്കാം. പടത്തിൽ ഈ പടത്തിൽ എനിക്ക് നെഗറ്റീവ്സ് എന്തെങ്കിലും ഫീൽ ചെയ്തോ എന്നുള്ളത്. നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പ്രഭാസ് ശ്രീനുവിൻ്റെ ക്യാരക്ടർ എടുത്ത് മാറ്റായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. മീൻസ് ആ ക്യാരക്ടർ പ്രഭാസ് ശ്രീനുവിൻ്റെ ക്യാരക്ടർ വേറെ ആർക്കും കൊടുക്കുമായിരുന്നു. മീൻസ് വേറൊരു കോമഡീനെ കൊടുക്കാമായിരുന്നു. തെലുങ്കിലെന്ന് സൂര്യ എന്ന് പറയുന്ന ഒരു കോമഡിയനുണ്ട്. അങ്ങേർക്ക് അല്ലെങ്കിൽ ഈ തെലുങ്കിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കോമഡിയനുണ്ട്, വേറൊരു കോമഡിയുണ്ട് സത്യൻ രാജേഷ് എന്ന് പറഞ്ഞിട്ട്. അങ്ങേർക്ക് കൊടുക്കാൻ എനിക്ക് ഫീൽ ചെയ്തു. വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ് സിനിമയിൽ. പിന്നെ അതൊരു അവസാനം വരെ എനിക്ക് അത്യാവശ്യം സിനിമ ഇഷ്ടമുള്ള വെന്നിംഗ്ലീഷ് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു തെലുങ്ക് ലവ് സിനിമ റൊമാൻറ്റിക് റോം കോം ഫിലിം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാം. മസ്റ്റ് വാച്ചാണ് ഈ സിനിമ. ഒരു ടൈം ഇത് മറക്കരുത്. ആമസോണിലാണ് ഞാൻ കണ്ടത്. അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡാണ് ഈ സിനിമ കൊണ്ട്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് ഈ സിനിമയുടെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കണ്ടവരാണെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ആവശ്യമുണ്ടോ അത് നമ്മൾക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വെസ്കസ്.